ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുഞ്ഞോട് ജയിലിലേക്ക് നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവളുടെയും അർജുന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി. കുഞ്ഞോളിവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയിട്ട് നീരുവാ. അടുത്ത രമാദേവി ആവാൻ ഒരുങ്ങിയിരുന്നോ? എന്താ കുഞ്ഞോളെ, വലിയ ആലോചനയിലാണല്ലോ. ഇപ്പോ നരേന്ദ്രനോട് സംസാരിച്ചിരുന്നു. അവന് എന്തോ ഒരു വലിയ കാര്യം എന്നോട് പറയാനുണ്ടെന്ന്. അതും ഐശ്വര്യലക്ഷ്മിയെ കുറിച്ച്. അവളെ കുറിച്ചോ? അപ്പോ അവളുടെ മറ്റെന്തെങ്കിലും കള്ള അവനെ അറിഞ്ഞു കാണും. ഈ കുടുംബത്തിൽ കയറുമെന്ന് ചെയ്തതിനൊക്കെ വലിയ ചെയ്തൊന്നുമില്ലല്ലോ ഇനി ചെയ്യാൻ. ഇതൊന്നും അല്ല ഭദ്രേട്ടാ, വേറെ എന്തോ ആണ്. അവന്റെ സംസാരം കേട്ടിട്ട് പ്രയോജനമുള്ള കാര്യ. അവളെ കൂടെ നമുക്കത് പ്രയോജനം, ഉപദ്രവല്ലേ ഉള്ളൂ. അതവിടെ നിക്കട്ടെ. കൊട്ടാരത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ യാത്ര കുറച്ചു നേരത്തെയാക്കണം. പിന്നെ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ശിവദാസന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. എല്ലാം ഭദ്രേട്ടൻ തന്നെ കൈകാര്യം ചെയ്താൽ മതി. എന്റെ മേൽനോട്ടത്തിൽ തന്നെ എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായിട്ട് എന്നെ ഭദ്രം ചെയ്യും. അതോർത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. എപ്പോ എന്ത് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. ഇതൊക്കെ വെടിപ്പിന് ചെയ്യാൻ അറിയുന്ന കുട്ടികൾ ഉണ്ടെനിക്ക്. എന്നിട്ടും ഇതൊക്കെ ഞാൻ ഭദ്രേട്ടനെ ഏൽപ്പിക്കുന്നത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ മൂന്നാമതൊരു ചെവിയിലെത്തണ്ട എന്ന് കരുതി. അതൊക്കെ ഇരു ചെവി അറിയാതെ ഞാൻ ചെയ്തോളാം. നീ ധൈര്യമായിട്ടിരിക്കുഞ്ഞോളെ. സത്യം പറഞ്ഞ എല്ലാം കൂടി ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഏതെങ്കിലും ഒന്നും നടന്നിരുന്നെങ്കിൽ അത്രയ്ക്ക് ആശ്വാസമായനെ. എന്താ ചേട്ടനും അനീതിയും കൂടി ഒരു സംസാരം? ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണോ? ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ എന്താന്നറിയാലോ, ഇവളുടെയും അർജുന്റെയും കാര്യം. ഞാനിത് എപ്പോഴും പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കരുതരുത്. എത്രയും വേഗം ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സമയം കൂടുന്തോറും വാശിയും താല്പര്യവും ഒക്കെ കുറയും. അതുമാത്രല്ല, അവൾ ഈ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് പണിയാ. അവൾ അവനെ ഓരോന്ന് പറഞ്ഞിളക്കി നാളെ ഒരു സമയം അവള് ഗർഭിണിയായ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറയരുത്. എന്റെ പൊന്നേട്ടത്തി, ഒരല്പം സ്വസ്ഥത. ഈ പറയുന്ന ഒന്നും എനിക്കറിയാത്തതല്ലോ. വേറെ പല പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരല്പം സാവകാശം താ. എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. അല്ലേ, അതെന്ത് വർത്തമാനാ രമ പറഞ്ഞിട്ട് പോയത്? ഇതിപ്പോ നമ്മുടെ മാത്രം ആവശ്യമായോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അമ്മായി പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നില്ലാന്ന്. ഞാൻ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല കാര്യങ്ങള്. കുഞ്ഞോക്ക് വേറെ വലിയ പ്രശ്നങ്ങളാ. രമയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്ക് ആകെയുള്ള പ്രശ്നം ഇതാ. ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാ ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു സൈഡാക്കി വച്ചിട്ട്
ഒരു മയത്തിൽ അവളെ ഇതിലേക്ക് കൊണ്ടുവരാം. രമയ്ക്കല്ലേ പ്രശ്നം? രമയോട് മാറിത്തരാൻ പറ. ആ പൂതനെ അടിച്ചു പുറത്താക്കി ഇവളെ അർജുനെ ഞാൻ കെട്ടിക്കാം. രമ മാറി തന്നാൽ നീ ഈ പറഞ്ഞു നടക്കൂ? അതൊക്കെ നടത്തിയെടുക്കാനുള്ള സാമർഥ്യം ഈ നീലിമയ്ക്കുണ്ട്. എങ്കിലും അധികം വൈകാതെ നീ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു വെച്ചോ. കുറെ നാളത്തേക്ക് രമ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അമ്മായി എവിടെ പോകുന്നു? ട്രിപ്പ് വല്ലതും പോകുന്നുണ്ടോ? അതെ, ഒരു ട്രിപ്പ് തന്നെയാ. പക്ഷെ മറ്റു രാജ്യത്തേക്കൊന്നുമല്ല, വേറൊരു സ്ഥലത്തേക്കാ. നിങ്ങൾ മനസ്സിൽ വെച്ച് സംസാരിക്കാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറ. പോക്ക് കണ്ടിട്ടേ കുഞ്ഞുങ്ങൾക്കൊരു ജയിൽവാസമുള്ള കോളാ. ജയിൽവാസോ? എന്തിന്? അതിന് അമ്മായി എന്ത് തെറ്റാ ചെയ്തേ? അതൊക്കെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. കുഞ്ഞോട് ജയിലിലേക്ക് നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവളുടെയും അർജുന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി. കുഞ്ഞോളിവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയിട്ട് നീരുവാ. അടുത്ത രമാദേവി ആവാൻ ഒരുങ്ങിയിരുന്നോ? ജേട്ടാ, ഞാൻ 2 ദിവസം ചിലപ്പോ ഇവിടെ കാണില്ല. ഒരു അത്യാവശ്യത്തിന് ഒരു യാത്ര പോകേണ്ടതായിട്ടുണ്ട്. ഭദ്രേട്ടനൊപ്പാ പോകുന്നത്. ഇതിപ്പം ഞാൻ പോണ്ടെന്ന് പറഞ്ഞാലും നീ പോവും. പിന്നെന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ഭാര്യ എവിടെ, ആരോടൊപ്പാ പോകുന്നതെന്ന് ഭർത്താവ് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ അറിയണോന്ന് വലിയ നിർബന്ധമൊന്നും എനിക്കില്ല. പോകുന്നവർക്ക് പോകാം, വരാം. അത് തന്നെയാ ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പോകുന്നതിന്റെ പുറകെ ഇവിടെ പലരും ഉല്ലാസയാത്ര പോവുകയാണല്ലോ പതിവ്. ഇപ്പൊ വേണമെങ്കിലും ആവാം കേട്ടോ. പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പോഴേ നോക്കി വെച്ചോ. ബാഗും പാക്ക് ചെയ്ത് വെച്ചോ. വന്നല്ലോ ഈ വീട്ടിലെ ആസ്ഥാന ഡ്രൈവർ. അച്ഛാ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല.